യുഎയിൽ ശൈത്യകാല അവധി ആരംഭിച്ചതോടെ ദുബായ് ഗ്ലോബൽ വില്ലേജിൽ കുട്ടി സന്ദർശകരുടെ തിരക്ക് വർദ്ധിച്ചിരിക്കുകയാണ്. കുടുംബത്തോടൊപ്പം അവധിക്കാലം ആഘോഷിക്കാൻ ഒട്ടുമിക്ക പേരും തിരഞ്ഞെടുക്കുന്നത് ഗ്ലോബൽ വില്ലേജാണ്. വിനോദ പരിപാടികൾക്ക് പുറമെ ഷോപ്പിംഗും രുചി വൈവിധ്യങ്ങളുമാണ് കുട്ടികളെ ഇവിടേക്ക് ആകർഷിക്കുന്നത്. അവധിക്കാലമാണ്. അവധിക്കാലം കുട്ടികളോടൊത്ത് അടിച്ചു പൊളിക്കാൻ കൂടുതൽ പേരും തിരഞ്ഞെടുക്കുന്നത് ദുബായ് ഗ്ലോബൽ വില്ലേജാണ്. എൻ്റെ കൂടെയുള്ളത് ഒരു മലയാളി ഫാമിലിയാണ്. എല്ലാ വർഷവും വരാറുണ്ടോ ഗ്ലോബൽ വില്ലേജിലേക്ക്? വെക്കേഷൻ സമയത്ത് നമ്മൾ കാലം ഗ്ലോബൽ വില്ലേജ്. മോൾക്ക് ഏറ്റവും കൂടുതൽ എൻജോയിങ് ആയിട്ട് തോന്നിയത് ഏതാണ് ഇവിടുത്തെ? എനിക്ക് ക്രിസ്മസ് ആംബിയൻസ് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ എല്ലാ വർഷവും വന്നിട്ട് ഫുഡ് എക്സ്പ്ലോർ ചെയ്യും. ലൈക്ക് ഫ്ലോട്ടിംഗ് മാർക്കറ്റും ചേർച്ചയൊക്കെ വന്നിട്ട്. അവധിക്കാലം അടിച്ചുപൊളിക്കാൻ കുട്ടികൾ ദുബായ് ഗ്ലോബൽ വില്ലേജിൽ എത്തുന്നതിൽ അത്ഭുതപ്പെടാനില്ല. ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നുള്ള രുചി വൈവിധ്യങ്ങൾ, വിനോദവും വിസ്മയവും സമന്വയിപ്പിക്കുന്ന ഷോകൾ, സംഗീത നൃത്ത പരിപാടികൾ, ഇങ്ങനെ കുട്ടികളെ ആകർഷിക്കുന്നതെല്ലാം ഈ ആഗോള ഗ്രാമത്തിലുണ്ട്. I'm Sophia and I'm from Kerala. My favorite pavilion in the global village is the Turkish pavilion because I love the Turkish ice creams and the Turkish dances. ഡ്രംസ് അവതരണത്തിന് പേരുകേട്ട ഐഞ്ച ഇത്തവണ ഗ്ലോബൽ വില്ലേജിലുണ്ട്. മെറിഗോ റൗണ്ട് സർക്കസും മുംബൈ നൈറ്റ്സിന്റെ നൃത്തവും കൂടാതെ പതിവ് പോലെ PJ മാസ്കും പീറ്റർ റാബിറ്റും വണ്ടറേഴ്സും കുട്ടികളെ സന്തോഷിപ്പിക്കാൻ എത്തിയിട്ടുണ്ട്. My vacations have just started and one of my favorite things to do is come into Global Village. I really love the attraction and the rides because they entertain me a lot. And one of my favorite things is the Turkish ice cream man because he entertains me a lot. ഗ്ലോബൽ വില്ലേജിന്റെ 28ാമത് പതിപ്പാണ് ഇത്തവണത്തേത്. 40,000 കലാപരിപാടികളും 400ഓളം പ്രകടനങ്ങളും സന്ദർശകരെ രസിപ്പിക്കും. ലോകമെങ്ങുമുള്ള വിവിധ രാജ്യങ്ങൾ ഗ്ലോബൽ വില്ലേജിൽ വിനോദ വിജ്ഞാന സംഗീത പരിപാടികളുടെ ഭാഗമാകുന്നുണ്ട്. ദുബായ് ഗ്ലോബൽ വില്ലേജിൽ നിന്നും രഞ്ജിത്ത് പുലാശ്ശേരിക്കൊപ്പം ദിവ്യ ഹരിദാസ്, ജനം.